അപ്രതീക്ഷിതമായിട്ടായിരുന്നു പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. CP മുഹമ്മദ് പ്രചാരണം തുടങ്ങി ഏറെ ശേഷമാണ് മുഹസിൻ മണ്ഡലത്തിൽ സജീവമായത്. മുഹസിന്റെ വരവ് ഇടതു യുവജന സംഘടനകളിൽ നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. മുൻപൊരിക്കലുമില്ലാതിരുന്ന ഒത്തിണക്കത്തോടെ CPM-ഉം CPI-യും പട്ടാമ്പിയിൽ പ്രവർത്തിച്ചുവെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. JNU വിദ്യാർത്ഥികളും അവസാന ഘട്ടങ്ങളിൽ പ്രചാരണത്തിനെത്തി. കനയ്യകുമാർ നടത്തിയ ആവേശകരമായ പ്രസംഗവും ജനക്കൂട്ടത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. രാഹുൽ ഗാന്ധിയെ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിക്കാനുള്ള CP മുഹമ്മദിന്റെ നീക്കവും നടന്നില്ല. പ്രചാരണ പരിപാടികളിലും LDF പലപ്പോഴും മുന്നിലെത്തി. UDF-ന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും വ്യക്തമായ ലീഡ് നിലനിർത്താൻ മുഹസിനായിട്ടുണ്ട്. ഇത് പട്ടാമ്പിക്കാരുടെ വിജയമാണ്. പണാധിപത്യത്തിനും വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. 64,025 വോട്ടുകളാണ് മുഹസിൻ നേടിയത്. 7,404 വോട്ടിന്റെ ഭൂരിപക്ഷം. വനിതാ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും യുവജനങ്ങളും ഇത്തവണ കൂടുതലും ഇടതുമുന്നണിക്കൊപ്പം നിന്നു. CP മുഹമ്മദ് വോട്ടർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപവും തുടർച്ചയായി മത്സരിക്കുന്നതിനെതിരെ കോൺഗ്രസിനകത്തുയർന്ന അതൃപ്തിയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അടുത്ത നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാകും മുഹമ്മദ് മുഹസിൻ. മീഡിയ 1 പാലക്കാട്.